ഏയ്, നീ എന്താ ഈ ചെയ്യാൻ പോന്നെ? ഇപ്പോഴാണോ ഇതൊക്കെ ചോദിക്കുന്നേ? നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവാ. നിന്റെ അത് നിക്കവിടെ. ക്രീം തുടച്ചതാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഗസ്റ്റ് എല്ലാരും അവിടെ നിൽക്കുവാണല്ലോ, നമ്മള് മാത്രം എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? എനിക്ക് ആ ക്രൗഡ് പോയി നിൽക്കാൻ താല്പര്യമില്ല. ചുമ്മാ ഇൻസൾട്ട് ആവാനായിട്ട്. ലോകത്തിലെ ഒരേ ഒരെണ്ണം ഉള്ള പീസ് അതിവൻ മാത്രം. എന്താ നീ പറഞ്ഞേ? വാട്ട്? നത്തിങ് സ്പെഷ്യൽ മാൻ. ഹലോ, ഇതെന്താ? ഞാൻ ഇത്ര നാള് കഷ്ടപ്പെട്ട് ചിരിപ്പിക്കാൻ നോക്കി ചിരിക്കുന്നു പറഞ്ഞിരുന്ന ആള് ഇന്നിതാ 32 പല്ലും പുറത്ത് കാണിച്ച് പൊട്ടി ചിരിക്കുവാണല്ലോ. പിന്നെ എന്താ ചെയ്യണ്ടേ? ഇയാളുടെ കോമഡി കേട്ട പിന്നെ ചിരിക്കാതെ എങ്ങനെയാ? ചിരി തുടങ്ങി കഴിഞ്ഞ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ഞങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ കോമഡി പീസായിട്ട് കാണുവാനായിട്ട് നിങ്ങൾക്ക് നല്ല ആഗ്രഹമല്ലേ? ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ചിരി വരുമല്ലേ? അങ്ങനെയൊന്നുമില്ല, തമാശ കേട്ടപ്പോ ചിരിച്ചതാ. ആ, ചിരി വരുമല്ലോ. എല്ലാവരോടും 100 നുണ പറഞ്ഞാലേ ഇതുപോലൊരു ചിരി കാണലിന്റെ കാണുകയുണ്ടാവുള്ളൂ. ഞാൻ എന്തിനാ നുണ പറയുന്നേ? നിന്റെ അച്ഛനൊരു പാവമാണ്, ശുദ്ധഹൃദയനാണ്, മക്കളുടെ അടുത്ത് എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് നുണ പറയാറില്ലേ? അത് സത്യാണല്ലോ, അച്ഛൻ അങ്ങനെ തന്നെയാ. അത് ഏത് ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണാവോ? നിന്റെ അച്ഛന്റെ ദേഷ്യവും പെരുമാറ്റമൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ആ ഇൻസിഡന്റില് എന്റെ അമ്മോ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. വിക്കി പെട്ടെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അച്ഛന് മനസ്സിലാവില്ല. നിനക്കും അത് മനസ്സിലാവില്ല. ഇല്ലായിരുന്നെങ്കിൽ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നെന്ന് പറഞ്ഞ് കോള് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത് പറഞ്ഞത് മനസ്സിലാക്കാനായിട്ട് നിന്റെ അച്ഛൻ വേറെ ആളായിരിക്കണം. ഞാൻ എന്താ ചെയ്തേ? പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നാൽ ഇപ്പോഴും എല്ലാ കാര്യത്തിനും സംശയം. നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പാട് എനിക്ക് മാത്രം അറിയുള്ളൂ. സിൻസിയർ ആയിട്ട് ഇങ്ങനെ പ്രണയിക്കുന്ന ഈ കാമുകൻ എങ്ങനെ ഇത് സഹിക്കാനാവും? അതിനാ ഇത്രയും ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ അങ്ങോട്ട് വന്നത്. പറ, നമ്മൾ പുറത്തു വന്നിരിക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് എനിക്കിനി പോകണ്ടേ? അവിടേക്ക് കൊണ്ടുപോന്നെ. നിനക്ക് സ്ഥലമൊന്നും മാറിയിട്ടില്ലല്ലോ? ഉറപ്പായിട്ടും ഇല്ല. ഇയാൾക്ക് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും വന്നേ. നീ പറഞ്ഞ എനിക്ക് അപ്പീലുണ്ടോ? വേഗം വാ. ഒരു മിനിറ്റ്. പ്ലാൻ ചേഞ്ച് ആയി, എന്തോ അർജന്റായിട്ട് വീട്ടിൽ പോണം, എന്തോ എടുക്കാൻ മറന്നൊന്നും പറയരുത് പ്ലീസ്. എന്നാ കട്ട ഡാർക്ക് എക്സ്പീരിയൻസ് ആവും, അതുകൊണ്ടാ. അതിനൊന്നും അല്ല ഞാൻ വിളിച്ചേ. പിന്നെ കൈ പിടിച്ചോണ്ട് കൂട്ടിക്കൊണ്ടു പോണം. ഇവരുടെ രണ്ടുപേരുടെയും വഴക്കിനിടക്കിടന്ന് എന്റെ ജീവൻ പോകാറായെന്നാ തോന്നുന്നേ. നടന്ന് നടന്ന് നടുവൊടിഞ്ഞു. ഒരു ഓട്ടോയോ കാറോ ഒരു സൈക്കിള് പോലും ഇല്ലല്ലോ ഇവിടെ. നേരെ ഇരുട്ടുകയും ചെയ്തു. വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. ഇവിടെ ഇങ്ങ് ഒരു ഹോട്ടല് പോലും ഇല്ല. ഹോട്ടല് പോട്ടെ, ഒരു തട്ടുകട പോലും ഇല്ലല്ലോ ഇവിടെ. ഇവനൊരു പക്ക റോബോട്ടാ. ഇവന് ഗേൾഫ്രണ്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല എന്നാ തോന്നുന്നത്. എല്ലാരും എത്ര റൊമാൻറ്റിക് ആണെന്ന് നോക്ക്. പക്ഷെ ഇവനോ അഭിനയിക്കാൻ പോലും അറിയില്ല. വിധി അല്ലാതെ എന്താ? നീ ഇപ്പൊ മനസ്സിൽ എന്നെ തെറി വിളിച്ചോണ്ടിരിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാടി. എന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ കൊണ്ടെത്തിച്ചില്ലേ, നോക്കിക്കോ, വൈകാതെ താങ്ക് യു. ഒന്ന് നിക്കണേ ഒരു മിനിറ്റ്. താങ്ക് യു.
അവള് നമ്മളെ തന്നെ നോക്കുന്നേ. ഒരുപാട് കളിക്കല്ലേ. ഛേ, ഇത്ര കാലം ഒരു പെർഫെക്റ്റ് ബാച്ചിലറായി ജീവിച്ചതാ ഞാൻ. ഒരു ഡീലിന് വേണ്ടി ഇപ്പൊ എന്തൊക്കെയാ ഞാൻ ഈ ചെയ്യുന്നേ? ലോകത്തെ ഏറ്റവും ഡിഫിക്കൽറ്റി ഉള്ള പരിപാടി എന്താന്ന് വെച്ചാ ബ്രഹ്മചാരിയായി ജീവിക്കുന്നതാ. സ്വാമി വിവേകാനന്ദൻ മനുഷ്യനല്ല, ദൈവോ. എപ്പോഴെങ്കിലും റോഡ് സൈഡിൽ നിന്ന് ഇതുപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ചെറുതിലെ മുതൽ എനിക്ക് അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കഴിക്കാനും തോന്നിയിട്ടില്ല. അങ്ങനെയാണെ ഇപ്പൊ കഴിച്ചോ. രാജൻ ചേട്ടാ, കുറച്ച് എരിവ് കൂടുതൽ ഇട്ടോണേ. ഹലോ, എന്റെ ബോഡി ഒന്നാമതേ ചൂടാണ്. ഇങ്ങനെ എരിവെന്നൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ. അല്ല, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഒന്നുമില്ല, ഇന്ന് മഴ പെയ്തല്ലോ, നല്ല തണുപ്പുണ്ട്. ഈ നേരത്തെ രാജൻ ചേട്ടന്റെ കടയിലെ ഫുഡ് എരിവോട് കൂടി കഴിക്കും കൂടെ ചെയ്ത അടിപൊളിയായിരിക്കും. നീ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടല്ലേ? ഞാനും അനിയത്തിമാരും എപ്പോഴും ഇവിടേക്കാ വരാറ്. അങ്ങനെ ഈ സ്ഥലം വേൾഡ് ഫേമസ് ആണല്ലോ. സത്യം പറയുകയാണെങ്കിൽ രാജൻ ചേട്ടൻ വേൾഡിലെ നമ്പർ 1 ആവേണ്ടതായിരുന്നു. അങ്ങനെയാണോ? നോക്ക്, കേരളം വിട്ട് വേറെ ഏത് സ്ഥലത്ത് പോയാലും ശരി, റോഡ് സൈഡിൽ ഇത്രയും നല്ല ഫുഡ് വേറെ എവിടെയും കിട്ടില്ല, അറിയോ? നമ്മുടെ ഓർഡർ റെഡിയായല്ലോ, ഇപ്പൊ നോക്കാം. ചേട്ടാ, കുറച്ച് ഓണിയൻ പീസ് കൂടി വേണേ. അതെ, എനിക്ക് കുറച്ചാ. ഞാൻ ഓർഡർ ചെയ്ത് വെറും ഹാഫ് പ്ലേറ്റാ. നീ എന്ത് ഈ ഫുഡ് കണ്ടിട്ടില്ലാത്തപോലെ പെരുമാറുന്നേ? കാശ് ഞാൻ കൊടുത്തോളാം. ഇത് കാശിന്റെ കാര്യമൊന്നുമല്ല, കൈപുണ്യത്തിന്റെ കാര്യമാ. അതെന്താ? വയറ് നിറച്ചു കഴിച്ചാലേ പിന്നെ നമുക്ക് മറ്റൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാഫ് പ്ലേറ്റ് ഓർഡർ ചെയ്യുന്നേ. നന്നായി ആസ്വദിച്ച് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇതൊന്നും എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല കേട്ടോ, അതാ സത്യം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഫുട്പാത്തിലും ഇത്രയും വലിയ ഫിലോസഫി ഒക്കെ പറയാൻ പറ്റുമെന്ന് ഇന്നാ മനസ്സിലായ. കഴിച്ചു നോക്ക്. സ്ത്രീകൾ അത്യാവശ്യ കാര്യത്തിന് നുണ പറയുന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോ സത്യം മാത്രമേ പറയുന്ന കാര്യം പ്രൂവ് ആയി. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എല്ലാവരും ഇവിടെ വന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചില സുഹൃത്തുക്കളെല്ലാം ലൈക്ക് വേദാന്ത് ആയാലും അവന്റെ ഗേൾ ഫ്രണ്ട് അമൂല്യ ആയാലും ലാസ്റ്റ് മൊമെന്റിൽ വിളിച്ചിട്ട് അവര് വന്നല്ലോ. പിന്നെയും ഗേൾ ഫ്രണ്ട് ആക്കല്ലേ മാഷെ, അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വരും. ഇത്തവണ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. നമ്മുടെ കമ്പനി അദ്വൈത് ഇൻഡസ്ട്രീസ് ഈ അവസരത്തിൽ ആദ്യ ഓർഗാനിക്സുമായി മെർജ് ആവുന്നതിൽ ഞങ്ങൾ സൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു ഹാരം തന്നെ രണ്ടുപേർക്കും ഇട്ടതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഫംഗ്ഷന് പോയാലും അമ്പലത്തിൽ പോയാലും ഹാരം ഒന്നിച്ചിടുന്നതും ഹാരം ഒരുമിച്ച് വാങ്ങിക്കുന്നതും നല്ല ലക്ഷണം തന്നെയാ. നിങ്ങൾക്ക് വേഗം കല്യാണം നടക്കട്ടെ.
എല്ലാത്തിനും ഒരുപാട് നന്ദി. See you later. അദ്ദേഹം എന്താ വേഗം തന്നെ പോയത്? പാർട്ടി ഇഷ്ടപ്പെടാത്തോണ്ടാണോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ശരിക്കും പാർട്ടി നന്നായിട്ടുണ്ടായിരുന്നു. പാർട്ടി വളരെ നന്നായിട്ടുണ്ടെന്ന് വേദാന്തു എന്നോട് പറഞ്ഞായിരുന്നു. ആൾക്കെന്തോ അത്യാവശ്യ ജോലിയുണ്ട്, അതാ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെയിൽ ചെയ്തോളൂ. താങ്ക് യു. അവര് നല്ല ജോഡിയല്ലേ? വേദാന്തന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്യൂട്ടാവും. വലിയ ആളായിട്ട് ഇങ്ങോട്ട് ഓടി പോന്നല്ലോ. അവർക്ക് എന്താ വിചാരിച്ചിട്ടുണ്ടാവാ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ? എന്നെയും എന്റെ ഇമേജും അത് തകർക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നിനക്കൊട്ടും വിവരം ബോധവുമില്ല. പക്ഷെ എല്ലാരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. അയ്യോ അമ്മേ, എനിക്ക് നടക്കാൻ വയ്യേ. ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവമാണോ ഞാൻ ചെയ്തേ. ഈ ജന്മത്തിൽ വേദാന്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വന്നു ചേരാൻ. അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയാണെങ്കിൽ ഈവനിങ് ഷോയ്ക്ക് ടിക്കറ്റ് വരെ എടുത്തു വെച്ചിട്ട് വിളിച്ചതാ എന്നെ. പാർട്ടി അല്ലേന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാ. കമ്മീഷൻ കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാം കളഞ്ഞു. എന്നിട്ടിപ്പോ കയ്യില് കിട്ടിയതും കൂടെ പോയി. ഇനി മീനാക്ഷിയോട് ഞാൻ എങ്ങനെ സംസാരിക്കും? സംസാരിക്കുന്നത് പോട്ടെ, ഞാനൊന്ന് മുഖത്ത് നോക്കിയാ തൂന്ന് പറഞ്ഞ് എന്റെ മുഖത്തും തുപ്പു. ഇനി വേദാന്ത് മേനോന് തലയ്ക്ക് ഭ്രാന്താണേ. അമ്മേ, അയ്യാ. വലിയ ഹോട്ടലിലെ ഈ ഫീല് കിട്ടില്ലല്ലോ. വലിയ സ്ഥലത്തേക്കാളും ആളുകളാണ് അവിടെ പ്രധാനം. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മരുഭൂമിയുടെ നടുക്കാണെങ്കിലും സമുദ്രത്തിന് നടക്കുന്ന രീതിയിൽ ഞാൻ കാത്തിരിക്കും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എവിടുന്നാ പഠിച്ചേ? ആക്ച്വലി ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ലവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തനിയെ സംഭവിക്കുന്ന അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം കണ്ടോ? അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നീയും അതിനത്രയ്ക്ക് മോശമൊന്നുമല്ലല്ലോ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് ഈ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഒരു സ്റ്റുഡന്റ് ഉണ്ടാവില്ലേ? നിന്നെ ഞാൻ അങ്ങനെയാ കണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ ആള് കൊള്ളാട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നെക്കാളും എന്റെ അനിയത്തിമാരെ അങ്ങനെ. അവരുടെ കുട്ടികളിക്കെല്ലാം ഞാൻ എപ്പോഴും കൂട്ടി നിൽക്കാറുണ്ട്. ആയിക്കോട്ടെ, വിട്. വാ, ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് ഗോപി മഞ്ചൂരിയൻ കഴിക്കാത്തതിന്റെ പേരിൽ ഇപ്പോ നല്ല രീതിയിൽ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ദിസ് ഈസ് സോ യം. ഐ ലവ് യു. എല്ലാവരുടെ മുന്നിൽ നീ എന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞു മാത്രമല്ല, അത് വെച്ച് കളിക്കാൻ നോക്കാണോ നീ? ഇറ്റ് വാസ് ഡിസ്കസ്റ്റിംഗ്. നോക്ക്, വല്ലാതെ കുട്ടിക്കളി കളിക്കണ്ട നീ. നിന്റെ കൾച്ചർ അതായിരിക്കാം, പക്ഷെ എന്നെ അതിലേക്ക് നീ കൂട്ടണ്ട. എന്നോട് എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? നീ അല്ലേ അകത്തേക്ക് പോയപ്പോ പറഞ്ഞത് ഈ ഡീൽ എന്തായാലും ഫിക്സ് ചെയ്ത് പറ്റൂന്ന്? നീ പറഞ്ഞ പ്രകാരം അവള് നിന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വേണ്ടി സമ്മതിച്ചായിരുന്നോ? അതും നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായ ശേഷം. അവള് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ സുജിത്ത് ഈ ഡീല് സൈൻ ചെയ്യുമായിരുന്നോ? അതുകൊണ്ട് നിനക്ക് തോന്നിയത് ചെയ്യാൻ തോന്നിയത് വിളിച്ചു പറയാന്നാണോ? ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് നീ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നിന്റെ വാക്ക് കേട്ടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? വാട്ട് എവർ, നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞാനങ്ങ് വലുതായി മോഹിച്ച് ഈ സിറ്റുവേഷൻ അങ്ങ് യൂസ് ചെയ്തതാണെന്നൊന്നും നീ വിചാരിക്കണ്ട. അതിന് ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് ഒന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേ? വന്ന കാര്യം കഴിഞ്ഞല്ലോ, ഈ ഡീലും ഫിക്സ് ആയല്ലോ. ഇപ്പൊ വാ പോകാം. Will you just shut up? വലിയ ത്യാഗം ചെയ്തോളെ പോലെ പ്രസംഗിക്കേണ്ട നീ. ഈ ഡീല് നടന്ന അതിന്റെ കമ്മീഷൻ കൈപ്പറ്റാനാ നീ വന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയടേ. ഹലോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. Shut up, shut up, shut up! ഇനി എന്റെ മുന്നിൽ നിന്ന് വലിയ ഡയലോഗ് അടിച്ചാകുന്ന എന്റെ നല്ലതിനായിരിക്കില്ല. നിന്റെ വീട്ടിത്തരം കൊണ്ട് എന്റെ ഇമേജേ ഇല്ലാതായത്. നോക്കി നിൽക്കാതെ കേറ്.
മുഖം നോക്ക്, കൊരങ്ങനെ പോലെ വീർപ്പിച്ചോണ്ടിരിക്കുന്നേ. ഇപ്പൊ ഇതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചേ? എന്തൊരു ജാടേ. ചുമ്മാ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങ് സത്യാവോ? ഡീല് നടക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ? അയ്യേ മോശം. ഇതിനൊക്കെ ആരാ ബോയ് ഫ്രണ്ട് ആക്കുന്നേ? ഇന്നുവരെ ആരും എന്നെ ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഇല്ല. പക്ഷെ ഈ കഴുത, ഇതുകൊണ്ടാ പറയുന്നേ പെണ്ണുങ്ങളിൽ നിന്ന് അല്പദൂരം മാറി നിൽക്കണമെന്ന്. പ്രത്യേകിച്ച് ഇവളെ പോലൊരു ജന്തുന്ന്. അടുത്തു കഴിഞ്ഞാ ഇത്തിക്കണ്ണി പോലെ കേറി അങ്ങോട്ട് വരിഞ്ഞ് മുറുക്കും ഇവള്. വെറുതെ ഇരിക്കാൻ അറിഞ്ഞൂടെ വെക്ക്. മരക്കഴുത തന്നെ. അത് നിന്റെ കാറിനെ പറഞ്ഞാ മതി. നിനക്ക് മാത്രമേ കാറുള്ളോ? മാത്രല്ല ഞാൻ ഇതിനു മുമ്പും കാറിലൊക്കെ കുറെ കേറിയിട്ടുണ്ട്. ചുമ്മാ തമാശക്കല്ലേ? ബ്ലഡി നോൺസെൻസ്. മിണ്ടായിരിക്കുന്നുണ്ടോ നീ? ആയിക്കോട്ടെ, ഇരുന്നോളാം. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടെങ്കിലും ഒന്ന് വെക്ക്. എന്റെ തലവിധി. ഇങ്ങനെ ഒരു വള്ളിക്കേസിൽ ചെന്ന് ചാടും. ഛേ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. എല്ലാരും ചൊല്ലിടതല്ലിടം കച്ചുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണേലെങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ കടലാണേ നീന്തിക്കയറിയ പോരിശയുള്ളൊരു കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു കൊയിൽ. ഏയ്, വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ അത് കേക്കില്ല. ഒന്ന് മിണ്ടായിരിക്കും നീ. ജീവിതത്തിൽ വളരെ ചെറിയ കാര്യങ്ങളിലും വലിയ വലിയ സന്തോഷങ്ങളുണ്ടെന്ന് കാണിച്ചതിന് ഒരുപാട് നന്ദി. ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ മറക്കാൻ പോകുന്നില്ല. താങ്ക് യു. വിക്കി തന്നെ സന്തോഷത്തോടെ പുറത്തേക്ക് കൊണ്ടുപോയല്ലോ. ഞാനല്ലേ ശരിക്കും താങ്ക്സ് പറയണ്ടേ? അരതി, അമൂല്യ ഇനിയും വന്നിട്ടില്ലല്ലോ മോളെ. ഇവന്റെ ചേട്ടനും അവള് അല്ലെങ്കിൽ കിരിയും പാമ്പും പോലെയാ. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. ഡോണ്ട് വറി ആന്റി, പാർട്ടിക്ക് പോയതല്ലേ, കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. പിന്നെ എന്റെ ചേട്ടനാരാന്നറിയാലോ. ലേറ്റ് ആയാലും എന്തായാലും റൗഡി കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കോളും. അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. റൗഡി കൊച്ചോ? അമ്മേ, നമ്മള് ചേച്ചിയെ റൗഡി ബേബി എന്ന് വിളിക്കാറില്ലേ, അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇറങ്ങട്ടെ, ടെൻഷൻ അടിക്കണ്ട, സമാധാനത്തോടെ ഇരിക്കും. ആയിക്കോട്ടെ മോനെ. ബൈ. നിങ്ങൾ കാറിന്റെ മുന്നിൽ കയറി നിൽക്കുന്ന എന്താ? ആദ്യം നീ പുറത്തേക്ക് ഇറങ്ങ. നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞങ്ങള്. കാര്യം എന്താ? ഈ വേദാന്ത് നീ തന്നെയല്ലേ? ഞാൻ തന്നെയാ. പക്ഷെ മര്യാദയ്ക്ക് സംസാരിക്കണം. കോട്ടും സൂട്ടും ഇട്ട് ഫ്രോഡ് കളിക്കുന്ന നിന്നോടൊന്നും സംസാരിക്കാൻ മര്യാദയുടെ യാതൊരു ആവശ്യവുമില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണല്ലേ? നാണമില്ലേ നിനക്ക്? വാട്ട്? നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇവിടുന്ന് ഞാൻ പോവാൻ നോക്ക്. നീ ഒരു ബിസിനസ്സുകാരനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല. അത് മനസ്സിലാക്ക്. ഒരു പൊട്ടനെ പോലെ അഭിനയിക്കല്ലേ.
ഞങ്ങൾക്കെല്ലാം അറിയാം. ആ ന്യൂസിൽ പറതയിട്ട ആ കൊച്ചു പറഞ്ഞത് നിന്നെ കുറിച്ച് തന്നെയല്ലേ? അപ്പം മുതലേ നിന്നെ നോക്കി വെച്ചതാ. നിന്നെ ഇവിടെ ഇട്ട് പൂട്ടാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ നിന്നത്. വിക്കി, എവിടെയായിരുന്നു ഇത്രയും നേരം? ഓഫീസിൽ നിന്ന് വീട്ടിലെത്താൻ ഇത്രയും സമയം വേണോ? വേദാന്ത് എവിടെ? ചേട്ടനമ്മയെ വിളിച്ചു നോക്കിയതായിരുന്നു, പക്ഷെ അമ്മ ഫോൺ എടുത്തില്ല. അതുകൂടി പറയാൻ ഞാൻ വന്നേ. ആണോ? ഞാൻ കണ്ടില്ലേ. എവിടെ പോയതാ? പാർട്ടിക്ക് പോയതാ. നീ എന്തൊക്കെയാ പറയുന്നത്? വേദാന്ത് പാർട്ടിക്ക് പോയെന്നോ? അതൊരു ലോങ് സ്റ്റോറിയാ മദർ ഇന്ത്യ. ലീവ് ഇറ്റ്. ശരി, നീ ഒന്ന് വന്നേ, വല്ലതും കഴിക്കാം. നോ ഡാഡ്, ഇന്ന് എന്റെ വയറ് നിറഞ്ഞിരിക്കുക. ഇവനൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് എന്റെ കുടലാ കരിഞ്ഞു പോയത്, അറിയാമോ? ഇത് ശരിയാണോ? മാമ, ഭക്ഷണം കഴിഞ്ഞിട്ട് വയറിറഞ്ഞൊന്നുമല്ല. പിന്നെ വെള്ളം കുടിച്ചാണോ വയറ് അറിഞ്ഞത്? അല്ല മാമ, ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിന് സന്തോഷം തന്നൊരു കാര്യം നടന്നു, അതുകൊണ്ട് വയറിറഞ്ഞ. ഇവന്റെ ഒരു കാര്യം, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എന്നോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ലല്ലോ അളിയാ. ഓ, ക്ഷണിച്ചില്ലെങ്കിൽ വെട്ടി വിഴുങ്ങാത്തൊരാള്. ആ സുഹാസിനി, ഞാനിപ്പോ വരാം. എവിടെയോ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. ചേച്ചി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പലതും സംഭവിക്കും. നീ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുമല്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? കൈയെടുക്ക്. ആരാ നീ? ഇവനായിട്ട് നിനക്കെന്താ ബന്ധം? അതൊക്കെ പിന്നെ ബോധിപ്പിക്കാം. കോളറി കയറി പിടിച്ചതിന് ആദ്യം മാപ്പ് പറയാൻ നോക്കാം. ഇവനോടൊക്കെ ഞാൻ എന്തിനാ മാപ്പ് പറയുന്നേ? ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളൊക്കെ സ്ത്രീകളുടെ ബോഡി ഗാർഡ്സ് ആണോ? നീ ന്യൂസ് ഒന്നും കാണാറില്ലേ? ഇവനൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. ആരും നശിച്ചിട്ടില്ല. ആ പെങ്കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചത് ഈ നിൽക്കുന്ന ആള് തന്നെ.